प्रसीद मे महालक्ष्मी सुप्रदीध महाशिवे अचला भव संप्रीत्य सुस्थिरा भव मद्गृहे। പാമ്പൻ വർമ്മൻ. ഞാൻ പൊടിയൻ പിള്ള, ഡ്രൈവറാണ്. പൊടിയൻ പിള്ള എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരങ്ങ് മനസ്സിലാക്കിക്കൊള്ളണമെന്നായിരിക്കും. നിങ്ങൾ ആരാണ്, എന്തിനാണ് വന്നത്, അത് വ്യക്തമായി പറയണം മിസ്റ്റർ. 1 മിനിറ്റ്. എന്റെ പേര് പൊടിയൻ പിള്ള. ഇപ്പോൾ കേദാർ മഹാറാണിയുടെ ഡ്രൈവറാണ്. കേദാർ മഹാറാണി കേട്ടിട്ടുണ്ടല്ലോ. അവരൊരു ഹിന്ദുസ്ഥാനിക്കാരിയല്ലേ? അല്ല, മലയാളിയാണ്. മരിച്ചുപോയ കേദാർ മഹാരാജാവ് കേരളത്തിലെ വില്ലാർ കോവിലകത്തു നിന്നാണ് വിവാഹം കഴിച്ചത്. ഇപ്പോ എസ്റ്റേറ്റിലെ കൊട്ടാരത്തിലാണ് താമസം. അവർക്ക് കണ്ടമാനം സ്വത്ത് കാണണമല്ലോ. ഒരു 3-4 കോടിക്ക് കാണണം അല്ലേ? കാണണം. ശരി, ഞാൻ എന്ത് ചെയ്തു തരണം? എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ സാറിനെ കണ്ടാൽ എല്ലാം ശരിപ്പെടുത്തി തരുമെന്നാണ് ഹിമാലയൻ കുറിപ്പ് പറഞ്ഞത്. ഓ, നമ്മുടെ ഹിമാലയൻ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം? സേലത്ത് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു 5 വർഷം. ഹിമാലയനും പുറത്തു വന്നോ? ഇല്ല, 6 മാസം കൂടിയുണ്ട്. പക്ഷേ ഒരു കോഡ് വാക്ക് ഉപയോഗിച്ച് ഞാനൊരു കത്തിട്ടാൽ ജയിൽ ചാടി വരും. ഞങ്ങൾ തമ്മിൽ അത്ര ബന്ധമാണ്. ശരി, ഹിമാലയൻ പറഞ്ഞയച്ചതാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഏണിയിൽ കയറി ഏണി താഴെ വീണു, കൂടെ എലിയും വീണു എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ഓ ശരി, പിള്ളയ്ക്ക് എന്ത് വേണം?
ഇതിൽ പറഞ്ഞിട്ടുള്ളവരെ കുറിച്ചുള്ള എല്ലാ വിവരവും വേണം. മഹാറാണിയുടെ മരിച്ചുപോയ സഹോദരന്റെ മകൻ വിക്രമരാജ. ഈ വിക്രമരാജയെ പറ്റിയും വിക്രമരാജയ്ക്ക് ഇപ്പോൾ ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയോ വ്യക്തികളെ പറ്റിയോ ഉള്ള പൂർണ്ണ വിവരങ്ങൾ. ആ എഴുത്തിലെ വിവരങ്ങൾ ശേഖരിച്ചു തരാൻ കഴിയുമോ എന്നറിയാനാണ്. എന്റെ പേര് ബർമൻ എന്നാണെങ്കിൽ എന്ത് കാര്യവും ചെയ്തു കൊടുക്കപ്പെടും. പക്ഷെ ഫീസ് വാങ്ങപ്പെടും. ഒടിയമ്പിള്ളയ്ക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ എന്റെ ഫീസ് തരാൻ കഴിയുകയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ചെയ്യാൻ പോകുന്ന കാര്യം ഗുണമുള്ളതാണോ? ഗുണമുള്ളതാണ്. എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഗുണമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാം. ഓ, വലിയ വലിയ നടീനടന്മാരുടെ, പണക്കാരുടെ, വ്യവസായ പ്രമുഖരുടെ ഒക്കെ ഫോട്ടോഗ്രാഫി ശേഖരിക്കുന്നത് എന്റെ ഒരു വിനോദമാണ്. കുട്ടിത്തമാണെന്ന് തോന്നും. എങ്കിലും ഒരു തമാശയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുകയാണ്. സാറ് ഒരു പിതിരിങ്ങി ചാർത്തി തരാവോ? സ്വല്പം ബുദ്ധിമുട്ടുള്ള സാധനമാണ്. സാരമില്ല, നോക്കട്ടെ. സാറിന്റെ ഒപ്പ് ഇതിൽ ഏതാണെന്നൊന്ന് പറയാവോ? കൊള്ളാം, നല്ല വേലത്തരം. ആട്ടെ, എനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ തരാൻ എന്ത് ഫീസ് വരും? വെറും 10,000 രൂപ. 10,000 രൂപയോ? അതൊരു വലിയ സംഖ്യയാണല്ലോ സാറേ. 5,000 രൂപയായാൽ? പാടുള്ള പണിയാണ്. ഗവേഷണമല്ലേ. 10,000 രൂപയിൽ ഒരു പൈസ കുറയില്ല. 8,000? കേദാർ മഹാറാണിയുടെ സ്വത്തല്ലേ, കോടിക്കണക്കിനില്ലേ. 10,000 ചെലവായാലും ഒരു കോട്ടവും വരാനില്ല. ശരി, അതെപ്പോൾ എങ്ങനെ തരണം? പണമായിട്ട് തരാൻ ഇപ്പോൾ പിള്ളയുടെ കയ്യിലില്ലെന്ന് എനിക്കറിയാം. വിവരങ്ങൾ തരുന്നതിന് മുമ്പ് ഒരു പ്രോനോട്ട് എഴുതി തരണം, അത്ര തന്നെ. വിവരങ്ങൾ എന്ന് കിട്ടും? 3 ആഴ്ച കഴിഞ്ഞ് എന്ന് വന്നാലും തരാം. എഴുതി കവറിലിട്ട് വെച്ചിരിക്കും. ഒരേ മതി. ഇനി എന്ത് വേണം? എനിക്ക് 1,000 രൂപ കടമായി കിട്ടണം. ഇപ്പോ വേണോ? വേണ്ട, വിവരങ്ങൾ തരുമ്പോ മതി. അതും ശരിയാക്കാം. അപ്പോ ഒരു 11,000 രൂപയ്ക്ക് പ്രോനോട്ട് എഴുതി തരേണ്ടി വരും. 3 മാസമാണ് കാലാവധി. പലിശ വളരെ കുറവാണ്, 50%. അത് സാരമില്ല. ഒരു കാര്യം ഞാൻ പറയാം, പിള്ളയെ എനിക്ക് നല്ല വിശ്വാസമാണ്. നിങ്ങൾ കാര്യം നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിൽ പ്രോനോട്ട് ഒപ്പിട്ട് വരാം. ആരാ? ആരെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് പൊടിയമ്പിള്ള. വിക്രമരാജാവല്ലേ? എന്തു വേണം? കാണാനാ, ഒന്ന് സംസാരിക്കണം. എവിടുന്നാ പറഞ്ഞേ? കൊട്ടാരത്തിൽ നിന്നാ. മഹാറാണിയുടെ പുതിയ ഡ്രൈവറാണ്. ഓഹോ. എന്താ, ചാരയം വേണമെന്നുണ്ടോ? വേണ്ട. കഞ്ചാവ്? അപ്പോ ദുശീലങ്ങൾ ഒന്നുമില്ല? ഒന്നുമില്ല. ഒന്നുമില്ല? ഒന്നുമില്ല. കൊള്ളാവുന്നവനെന്നർത്ഥം. ആട്ടെ, ഇപ്പൊ എന്താ വേണ്ടേ? പേടിക്കാതെ പറഞ്ഞോളൂ കേട്ടോ. മഹാറാണിയുടെ സ്വത്തിനെ പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ. ഓഹോ. അമ്മായി സ്വത്തൊന്നും എനിക്ക് തരില്ല എന്നും പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് എന്നെ പിടിച്ച് പുറത്താക്കിയതല്ലേ? അതെനിക്കറിയാം. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? സ്വത്തിന്റെ ഒരു നല്ല ഭാഗം വിക്രമൻ തമ്പുരാന് കിട്ടാൻ ചില മാർഗങ്ങളുണ്ട്. ഇപ്പോ
പണത്തിന് എനിക്കത്ര അത്യാവശ്യമൊന്നും ഇല്ല. ജലജ എന്ന് പേരുള്ള ഒരു സ്ത്രീയാണ് എന്റെ എല്ലാ ചെലവും നടത്തി തരുന്നത്. പിന്നെ വലിയ വലിയ ഹോട്ടലുകളിൽ ഒരു കൂട്ടം നൃത്തം നടത്തില്ലേ, നഗ്ന നൃത്തം. ക്യാബ്രെന്ന പേര് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിള്ള തനി ശുദ്ധം തന്നെയാ, കാണേണ്ടതാ. നല്ല ഹര. അതിന് പിൻപാട്ട് പാടലാണ് ജലജയുടെ ജോലി. കുറച്ചു മുമ്പ് ഇവിടുന്ന് പോയതേ ഉള്ളൂ. ഇനി പാതിരേക്കാ വരിക. എന്നാലും എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവില്ല കേട്ടോ. എനിക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയാ. എന്നാലും ഒരു 25 ലക്ഷം രൂപ തമ്പുരാന് കിട്ടത്തക്ക ഒരു വഴി ഞാൻ ഉണ്ടാക്കിയാലോ? ഇനിയിപ്പോ വേണ്ടാന്ന് പറയണേലും അവളോടൊന്ന് ചോദിക്കണേ. അവളിങ്ങോട്ട് വന്നോട്ടെ. അവരെങ്ങനെ? പണം കിട്ടിയാൽ തരക്കേടില്ല എന്ന തരക്കാരിയാണോ ആവോ? കുറച്ചൊക്കെ അങ്ങനെ തന്നെയാന്നാ തോന്നണേ. എപ്പോഴും പണമില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ മിസ് ജലജയെ ഞാൻ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ? ആയിക്കോട്ടെ. അവളോട് പറയൂ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞ് അയച്ചതെന്ന്. ജലജ എന്താ പറയണോ അതങ്ങോട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞോളൂ കേട്ടോ. തല എത്തിയോ ജലജ? എല്ലാം എടുത്തോളൂ കേട്ടോ. അയ്യോ എന്റെ കോളാമ്പി. അപ്പോ ഇവിടെ അങ്ങ് സുഖമായി കൂടിക്കോളൂ. ഭാഗ്യവാൻ. ഇനി എല്ലാം നിന്റെ കയ്യിലാണ് വെച്ചേ. ഇവിടത്തെ കാര്യമല്ല, അങ്ങ് കൊട്ടാരത്തിലെ കാര്യമാണ്. നീ മിടുക്കിയാണെന്ന് എനിക്കറിയാം. സുന്ദരിയാണോ? അവൾ മിടുക്കിയും ആയിരിക്കും. ശരി, സുഖിച്ചോളൂ. ഞാനങ്ങ് പോയേക്കാം. പക്ഷെ ഒരു കാര്യം, ഒരുപാട് ജോലി ചെയ്യാൻ കിടക്കാണേ. ക്ഷീണിക്കണ്ട കേട്ടോ. രാജകുമാരി സൗജാ എല്ലാം ഞാൻ സമ്മതിക്കാം. പക്ഷേ നിന്നെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നത് ഓർക്കുമ്പോ ഈ കുന്തത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. കുറച്ചു ദിവസത്തേക്കല്ലേ, ഈ ദിവസങ്ങൾ വേഗം പോകും. എനിക്ക് ഒരു നിമിഷം പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. എന്റെ പ്രകൃതി അങ്ങനെ ആയിപ്പോയി. ഞാനൊരു പാവമല്ലേ. മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. നമ്മുടെ പദ്ധതി പൊളിക്കരുത്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിങ്ങ് ഒളിച്ചു പോരാ. അത് പോരാ, നീ ദിവസം വരണം. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. ശരി, നമുക്ക് ഒന്നുകൂടി ഇറങ്ങാം. വേണ്ട, ഒരു ഉറക്കം മതി. ആൻഡ് ഗോ ടു ബെഡ്. ബിഹേവ് യുവർസെൽഫ്. ബി എ ഗുഡ് ബോയ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു സർ. വാട്ട് കാൻ ഐ ഡു ഫോർ യു? പരസ്യം കണ്ടുവന്നതാണ്. എന്റെ പേര് ജലജ. പരസ്യം ശരിക്ക് വായിച്ചില്ലെന്ന് തോന്നുന്നു.
പ്രായമായ സ്ത്രീയാണ് ആവശ്യം. നിങ്ങൾക്ക് അത്ര പ്രായമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രായത്തിനും ഡ്യൂട്ടിക്കും എന്താ ബന്ധം? എന്നെ ജോലിക്ക് പറ്റില്ലെങ്കിൽ സോറി, ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് യുവർ ടൈം. പ്ലീസ് സിറ്റ് ഡൗൺ, ലെറ്റ് മീ സീ. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഡ്യൂട്ടിക്കും പ്രായത്തിനും എന്ത് ബന്ധം? ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് 60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. കേദാർ മഹാറാണിക്കാണ് നഴ്സിന് വേണ്ടത്. ഞാൻ മഹാറാണിയുടെ വ്യക്തിപരമായ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും നോക്കുന്ന ഒരു മാനേജറാണ്. എന്റെ സീനിയർ മിസ്റ്റർ പ്രഭാകരനാണ് മഹാറാണിയുടെ നിയമോപദേശകൻ. നേരത്തെ ജോലി ചെയ്യുന്നത് പ്രായമായൊരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ മരിച്ചു. അതിനു പകരം നിയമിക്കാനാണ്. ചെറുപ്പക്കാരിയായി നിങ്ങളെ അവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ വയ്യ. ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് മിസ് ജലജയെ നിയമിച്ചുകൂടുന്നാണ്. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ നേഴ്സാണ്. ബാംഗ്ലൂരിൽ NS ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു. സർട്ടിഫിക്കറ്റ്. മദ്രാസിൽ ഡോക്ടർ സമ്പത്തിന്റെ നേഴ്സിംഗ് ഹോമിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സമ്പത്ത്? അതെ. അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് മറ്റോ ഉണ്ടോ? ഇല്ല. അദ്ദേഹത്തോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചോളാം. വേണ്ട, അദ്ദേഹം എന്നെ പറ്റി നല്ല അഭിപ്രായം പറയില്ല. എന്താ കാരണം? അദ്ദേഹം എന്നോട് സ്വല്പം ചീത്തയായി പെരുമാറാൻ ശ്രമിച്ചു. ഞാൻ രാജിവെച്ചു. അദ്ദേഹം അത്ര മോശമാണോ? ഒരു വയസ്സൻ, കറുത്ത ഒരു ഭൂതം. മനസ്സിലായി മനസ്സിലായി. മിസ് ജലജയെ പോലെ മനോഹരിയായൊരു സ്ത്രീക്ക്. താങ്ക് യു. പക്ഷേ ഐ ഡിഡ്ന്റ് ലൈക്ക് ദാറ്റ് ഫെലോ. എന്റെ അച്ഛൻ റാണിയുടെ കച്ചേരിക്ക് വയലിൻ വായിച്ചിട്ടുണ്ട്. ഓഹോ, അദ്ദേഹത്തിന്റെ പേര്? കൊട്ടാരം രാമനാഥൻ. അദ്ദേഹം ഇപ്പോഴില്ലേ? മരിച്ചു. 3 വർഷമായി. ഞാൻ പാടും, വയലിൻ വായിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് നഴ്സായി ട്രെയിനിങ് കഴിച്ച് ജോലിക്ക് പോയത്. എനിക്ക് വയ്യാതായി സാർ. ഇനി സ്വല്പം വിശ്രമമുള്ള ഒരു ജോലി വേണം. അതുകൊണ്ടാണ് പരസ്യം കണ്ടപ്പോൾ വന്നത്. ഈ ജോലിക്ക് ഞാൻ പറ്റില്ലേ സാർ? പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ വയസ്സ് പറയുമ്പോ മഹാറാണിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നാണ് ആലോചിക്കുന്നത്. ആട്ടെ, വയസ്സ് ഇപ്പൊ എത്രയായി? 28. സർട്ടിഫിക്കറ്റ് കാണണോ സാർ? വേണ്ട വേണ്ട. ഞാൻ മഹാറാണിയോട് നിങ്ങൾക്ക് 38 വയസ്സായെന്നാണ് പറയാൻ പോകുന്നത്. വിഷമമുണ്ടോ? ഇല്ല സാർ. ഇന്ന് വൈകുന്നേരം ഞാൻ മഹാറാണി കാണും. കുറെ പേപ്പേഴ്സ് ഒപ്പിടിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. താങ്ക് യു സാർ. ശമ്പളത്തിന്റെ കാര്യം നിങ്ങൾ ചോദിച്ചില്ലല്ലോ. എല്ലാ ചിലവുകളും കഴിഞ്ഞ് മാസം 300 രൂപ കിട്ടും. അതുപോലെ മതി സാർ. നാളെ വൈകുന്നേരം 5 മണിക്ക് നിങ്ങൾ വന്നാൽ ഞാൻ മഹാറാണിയുടെ തീരുമാനം അറിയിക്കാം. ശരി സാർ. ഇവിടെ ഇവിടെയും വേണം. ഒന്നുകൂടി. സുന്ദരേശൻ പറഞ്ഞിടത്തൊക്കെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. ഒന്നും എനിക്ക് കാണാൻ വയ്യന്നേ. സെക്യൂരിറ്റി ബോൺസ്, യൂണിറ്റ് ട്രസ്റ്റ്, ഇതിന്റെ പേപ്പേഴ്സ് ആണ്. പിന്നെ എസ്റ്റേറ്റിന് ചില കറസ്പോണ്ടൻസും ഉണ്ട്. എന്തോ ആട്ടെ, എല്ലാം സുന്ദരേശൻ നോക്കിയാ മതി. പിന്നെ പത്രത്തിൽ പരസ്യം ചെയ്തിട്ട് നാൻസി എന്ന ഒരു സ്ത്രീ മാത്രമേ അപേക്ഷിച്ചുള്ളൂ. 19 അപേക്ഷ കിട്ടി. അതിൽ ഈ സ്ത്രീക്കും മറ്റു സ്ത്രീക്കും മാത്രമേ യോഗ്യതയുള്ളൂ. ഏതാ മറ്റേ സ്ത്രീ? മറ്റേ സ്ത്രീ ഒരു മിസ് ജലജയാണ്. ട്രെയിൻഡ് നഴ്സാണ്. ഷോർട്ട് ഹാൻഡും ടൈപ്പിംഗ് ഒക്കെ അറിയും. കൊള്ളാം. കൊട്ടാരം രാമനാഥന്റെ മകളാണ്. മഹാറാണിയുടെ കച്ചേരിക്കും അദ്ദേഹം വയലിൻ വായിച്ചെന്ന് പറഞ്ഞു. ശിവ ശിവ, എന്താ ഈ കേക്കണേ? കൊട്ടാരം രാമനാഥനല്ലേ എന്റെ എല്ലാ കച്ചേരികൾക്കും വയലിൻ വായിച്ചിരുന്നേ. എന്തൊരു സുഖമായിരുന്നു കേൾക്കാനെന്നോ. എന്റെ ശരീരവും രാമനാഥന്റെ വയലിനും വേർതിരിച്ചറിയാൻ സാധിക്കില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, 2-3 മാസം മുമ്പ് മരിച്ചുപോയി. കഷ്ടം കഷ്ടം. ഇതൊന്നും ഞാൻ അറിയണില്ല.
അപ്പൊ പിന്നെ ആ കുട്ടി തന്നെ ആയിക്കോട്ടെ. ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ. എന്താ അത്? ആ സ്ത്രീക്ക് മഹാറാണി പറഞ്ഞത്ര പ്രായമില്ല. ഇവരുടെ കാര്യത്തിൽ അത് അത്ര സാരാക്കണ്ട. 2-3 മാസം ഇവിടെ എന്റെ കൂടെ നിക്കട്ടെ. പറ്റുമെങ്കിൽ പിന്നെ സ്ഥിരാക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിൽക്കൂ സുന്ദരേശ, എന്താ അത്ര ധൃതി? സ്വല്പം ജോലിയുണ്ട്. സുന്ദരേശന് എന്നും തിരക്കാം. വന്നാ ഉടനെ പോണം. എന്താ വല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങളോടും കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? മഹാറാണി, ഞാൻ അത്രക്കാരനല്ല. എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. പെണ്ണായിട്ട് ഞാൻ ആകെ സംസാരിക്കുന്നത് മഹാറാണിയോടാണ്. അത് മതി. എന്നും ഇങ്ങനെ നല്ല കുട്ടിയായി കഴിയണം. എന്തെങ്കിലും ചീത്തത്തരം ഉണ്ടെന്ന് കേട്ടാലേ ഞാൻ മുഖത്ത് നോക്കൂല. ഈ കോവിലകവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. ഈ കോവിലകവും തമ്പുരാട്ടിയുമായുള്ള ബന്ധം പോകാൻ ഞാൻ ഇടവരുത്തില്ല. ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ഉദ്ദേശിച്ച പ്രായമില്ല നിനക്ക്. സാരമില്ല, നീ എന്റെ കൂടെ ഒരു 3 മാസം നിൽക്കൂ, നോക്കട്ടെ. ഇനി നീ കുട്ടിയെ ചെന്ന് കാണൂ. അവൾക്കും പിടിക്കണ്ടേ? പിള്ളേ, എന്റെ ഡ്രൈവറാണ് പിള്ള. ഇവളാണ് എന്റെ പുതിയ നേഴ്സ് ജലജ. രോഹിണിയുടെ മുറി കാണിച്ചു കൊടുക്കൂ. വരൂ. ശാരദേ, മഹാറാണി, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. ശരി. നമ്മുടെ 1ാം ഘട്ടം പൂർത്തിയായി. ഇനി വിഷമമില്ല. ജലജാന്നൊരു സ്ത്രീ വരും. നഴ്സാക്കാൻ പറ്റുമോ നോക്കൂ. എനിക്കിഷ്ടായി. ആ കുട്ടി സംഗീതപ്രേമിയാണ്. സംഗീതത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി. സിത്താറിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ദാ അവിടെ തന്നെ. ജലജയല്ലേ? അതെ. അമ്മുമ്മ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഏതാ നാട്? കൊട്ടാരം രാമനാഥന്റെ മകളാണ്. വയലിനിസ്റ്റ് രാമനാഥന്റെയോ? അതെ. അപ്പോൾ ജലജയ്ക്ക് സംഗീതം അറിയണമല്ലോ. കുറേശ്ശെ അറിയാം. തമ്പുരാട്ടി സിത്താർ വായിക്കുന്നത് ഞാൻ വരുമ്പോൾ കേട്ടു. മനോഹരമായിരിക്കുന്നു. ആരാ പഠിപ്പിച്ചത്? മാധവറാവു. സിത്താർ മാധവറാവോ? അതെ. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ജയദേവനാ പഠിപ്പിച്ചത്. ശരി, പൊയ്ക്കോളൂ. അച്ഛാ, എനിക്ക് 10 രൂപ വേണം. നിനക്കെന്തിനാ ഇപ്പൊ രൂപ? വേണം. മോനെ ജയദേവ,
ചെറുപ്പത്തിലെ തന്നെ എന്റെ ഈ തൊഴിൽ നിന്നെ അഭ്യസിപ്പിക്കാമെന്ന് ഞാൻ മോഹിച്ചു. നിനക്കത് വേണ്ടാന്ന് തോന്നി. നിന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ നിന്നെ BA വരെ പഠിപ്പിച്ചു. എത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ പഠിപ്പിച്ചതെന്ന് നിനക്കറിയാമോ? അറിയാം. എന്റെ ഈ വിദ്യയെങ്കിലും നിനക്ക് പഠിക്കാമായിരുന്നല്ലോ. എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് നീ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അതും ചെയ്യാതെ ഇപ്പോഴും എന്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങി അതിനും ഇതിനും ചെലവ് ചെയ്ത് നടക്കുന്നു. അച്ഛൻ എനിക്ക് ജോലി കിട്ടണ്ടേ? എത്ര സ്ഥലങ്ങളിലേക്ക് അപേക്ഷ അയച്ചു, എത്ര ഇന്റർവ്യൂവിന് പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ സംഗീതം അഭ്യസിക്കണമെന്ന്. സംഗീതം ഒരു ദൈവീയ കലയാടടാ. അതെനിക്കൊരു അമൂല്യ നിധിയാണ്. നോക്ക്, ഈ പെൺകുട്ടി ഇവിടെ വന്ന് കാത്തിരിക്കുന്നത് കണ്ടില്ലേ? എന്തില്ലാഞ്ഞിട്ടാ? എന്തിനാ പറയുന്നത്? എല്ലാം എന്റെ യോഗം. ശരി. അപ്പോ ദർബാറി കേരള മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത രാഗത്തിലേക്ക് പോകാം. മാസ്റ്റർക്ക് എങ്ങനെയുണ്ട്? അച്ഛൻ അല്പം കൂടുതലാണ്. ഞാൻ ഡോക്ടറെ അയച്ചിരുന്നല്ലോ. വന്നു. പറഞ്ഞ മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസവും കാണുന്നില്ല. മാസ്റ്ററെ, മാസ്റ്ററെ, ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാണ്. നന്നായി. എനിക്കും തോന്നി കാണണമെന്ന്. ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ മാസ്റ്റർ? വേണം. പറയണം മാസ്റ്റർ. ആ സിത്താറെടുത്തൊന്ന് വായിക്കൂ. എനിക്ക് കേൾക്കണം. എന്റെ വിരലുകൾ ഇനി മാസ്റ്റർ വായിക്കൂ. എന്താ ഈ വായിച്ചത്? മാൽക്കൗസല്ലേ വായിച്ചത്? കർണാടക സംഗീതത്തിൽ ഇതിന് ഹിന്ദോളം എന്ന് പറയും. അതിന്റെ സ്വരങ്ങൾ സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം, കൈശികി നിഷാദം ഇവയാണ്. ഇപ്പൊ വായിച്ചത് കാകലി നിഷാദമായി പോയി. അപ്പൊ രാഗം മാറി. ചന്ദ്രകോസായി. കേട്ടോളൂ. സഗമധ സാനിദ മഗമഗനെ സ ആ ആ ആ മോനെ, നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ അടുത്തു വാ, അച്ഛന്റെ അടുത്തു വാ. ഇവിടെ ഇരിക്കെ മോനെ. മോനെ, ഒന്നുകൂടി പാടു മോനെ. അച്ഛൻ കേൾക്കട്ടെ. പാടു മോനെ, പാട. ആ
തമ്പുരാട്ടിയോ? അല്ല, രോഹിണി. എന്തിനു വന്നു? പഠിക്കാൻ, സംഗീതം പഠിക്കാൻ. ആരിൽ നിന്ന്? എന്നിൽ നിന്നോ? ഞാൻ പഠിപ്പിക്കണോ? വേണം. ഞാൻ പഠിപ്പിച്ചാൽ മതിയോ? മതി. ശരി. വേദസമുച്ചയത്തിൽ നിന്നാണ് സംഗീതോൽപത്തി. ഓം എന്ന ശബ്ദമാണ് ഓംകാരം. അതാണ് ആദ്യത്തെ സ്വരം. ഓം ഓം സരേ ഗമ പധനി സനിധ പമഗരേ സ മായാമാളവ ഗൗളരാഗം മൃദുമയ ഭൈരവരാഗം സംഗീത കലയുടെ ആദിമ പാഠത്തിൻ സരസിജമുണരും രാഗം ഗമപ ദമപധനി സനിരീ സ വീണാധരി സാരിഗപധനി സാനിദപമഗരി സവീണാധരി പദ്മാസനശാലി വിജ്ഞാന സംവാഹിനി സംഗീത സാഹിത്യ സരോരുഹങ്ങളാം സംഗ്രമ പുലരികൾ വിടർത്തു സാരിഗ പമഗരിഗ പദ ഗപദ നിദ ദപദ നിസ സാരിഗ നിസരിദ നിസ പദ നിസ നിദ ദപ പമ മഗ ഗരിരി സാരിഗ രിഗ പ ഗപദ നിദ പ മഗ പ ഗപദ നിസ ഗപദ നിസ ഗപദ നിസ ഗമധ നിസ നിദ മഗ സ सूर्य कोंश में सर्वचराचर जीवन शक्ति अनी वन्नु आ आ ഊർജത്തിനഗ്നിയായി ഉഗ്രാതപമായി ഗ്രീഷ്മമായി നീ മാറുന്നു സഗമാ നിസഗ സഗനീധമാഗ സദഗമ ഗഗമമദ മമദനി സാനിദമഗ സഗ വരൂ വരൂ നീ മേഘമേ ഇനി നിന്നിറഞ്ഞൊരകിടു ചുരത്തു മമരേരി മമരേരി മമ മമ പപ നിനി നിനി സദരി മമരിരി സദരി നിരിസ നിനിസ നിനിസ ടേപം മമ പ മരി മമ പപ നിനി നിനി നീ നിസ ജലധര കേദാര ധാരയിലരുവികൾ നദികൾ കടലുകൾ നിറയുന്നു കുളിരൊരു രോമാഞ്ചമായി മാമരനിരകൾ ലതാംഗികളായി ആ ആ ആ ആ ആ മല്ലികാ വസന്തം വിരുന്നിനെത്തി ചില്ലകൾ പൂക്ക
കണിയൊരുക്കി നീ 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 സരിതപ മഗ സഗ ഗമ ഗമ പനി പനി സ നി സഗ സഗമ പമ ഗ രി രി സ നി നി ദ പ ഗമ പനി സ ഗമ പനി സ ഗമ പനി സ. മധുകണം തേടുന്ന വണ്ടുകളിൽ മായിക സംഗമവേളകളിൽ കണ്ണുകൾ മെയ്യുകൾ രമിക്കുമിണകൾ തൻ ഹൃദയ വികാരമേ കേദാരമേ ആ ആ ആ ആ ഭൈരവമേകും വിരഹം രേവതി ചൂടിയ മൗനരാഗം ആ ആ ആ ആ നിറുകയിൽ വർണ്ണമയിൽ പീലി നെറ്റിയിൽ ചന്ദന പൂങ്കുറി ഉറങ്ങുമ കണ്ണനെ താരാട്ടാൻ ഹൃദയം നിറയെ നീലാംബരി നീലാംബരി സ്വരൂപിണി സന്ധ്യതൻ നടയിൽ ദീപാരാധന തുടങ്ങി സദരേ ഗരി സനി സ നീ സനിദ പമഗ സദരേ ഗഗമ പദനി സനിധ പ. ഉദയരവിചന്ദ്രിക രാഗ തപസ്വിനി ഉരുവിട്ടു മറയുന്നു ശാന്തി മന്ത്രം ആ ആ ആ ആ പ്രിയരായണഞ്ഞു ചുറ്റും തമസിൻ രൂപങ്ങൾ നൃത്തമാടി സദ സദ സരിരി ഗഗ മമ മഗ മമ മമ മഗ ഗഗ ഗഗ രി സദ സഭ മപ മപ മഗ 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 രി ഗ രി സഭ സരി ഗ മപ സരി ഗ മപ ഗ ഗ ഗ മ മ മപ. യക്ഷകിന്നരന്മാർ പാടി വരുന്നൊരു ഗന്ധർവയാമാന്തരത്തിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ കിളികൾ ചിലച്ചു വിഭാവരി 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 വിഭാവരി. ദുഃഖമോ? രോഹിണി തമ്പുരാട്ടിക്കോ? എന്താ പാടില്ലേ? ജീവിതത്തിൽ വേണ്ടതെല്ലാം വേണ്ടുവോളമുണ്ട്. പണം, പ്രതാപം എല്ലാം ശരിയാണ്. എന്നിട്ടും ഇന്നെന്റെ മനസ്സിന് ദുഃഖമാണ്. ഏത് സുഖവും വാങ്ങുവാനുള്ള പണം തമ്പുരാട്ടിക്കുണ്ടല്ലോ. പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒന്നുണ്ട്. ഹേയ്, ഒന്നുമില്ല. ഉണ്ട്. അതെന്താ? സ്നേഹം. പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒന്നാണ് സ്നേഹം. എനിക്കിന്ന് വേണ്ടതും അത് മാത്രമാണ്. തമ്പുരാട്ടി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അവിടെയാണ് എന്റെ പരാജയം. എങ്ങനെ? ഞാൻ സ്നേഹിക്കുന്നയാൾ അത് മനസ്സിലാക്കുന്നില്ല. ആ ആളിനോട് തെളിച്ചു പറയണം. പറഞ്ഞാൽ എല്ലാം നേരെയാകും. തമ്പുരാട്ടി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാറാത്ത വല്ല ഏപ്യനുമുണ്ടോ? അപ്പോൾ തെളിച്ചു പറയട്ടെ. അതാ നല്ലത്. ഞാൻ ജയനെ സ്നേഹിക്കുന്നു. തമ്പുരാട്ടി? അതെ, ജയന്റെ സ്നേഹത്തിനപ്പുറം എനിക്കൊന്നും ആവശ്യമില്ല.
ഞാനൊരു പാവമാണ്, തമ്പുരാട്ടി എത്രയോ ഉയർന്നത്. ഞാൻ സ്നേഹിക്കുന്നത് എന്റെ ജയനെയാണ്. പറ്റില്ല തമ്പുരാട്ടി, ഇത് തൽക്കാലം തോന്നുന്നൊരു... അല്ല, ഒരിക്കലുമല്ല. എന്നും എന്നേക്കും ഈ സ്നേഹം എനിക്കുണ്ടാവും. മരണം വരെ എന്റെ മനസ്സിൽ ഇത് ഉറച്ചിരിക്കും. ജയൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് ജീവിതമേ വേണ്ട. എന്നാലും എന്റെ സ്നേഹത്തിന് ഒരു കോട്ടവും ഉണ്ടാവില്ല. ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ജയന്റെ സ്നേഹം കിട്ടും. ഞാൻ അതുവരെ കാത്തിരിക്കാൻ തയ്യാറാണ്. രോഹിണി സ്നേഹിക്കുന്നത് എന്നെയാണോ എന്റെ സംഗീതത്തെയാണോ? ആദ്യം സ്നേഹിച്ചത് സംഗീതത്തെയാണ്, പക്ഷെ ഇപ്പോ സ്നേഹിക്കുന്ന ജയനെയാണ്. മറ്റേതൊരു ചെറുപ്പക്കാരനായിരുന്നെങ്കിലും ഇങ്ങനെ ചിരിക്കുമായിരുന്നു. പക്ഷേ എന്റെ മനസ്സിൽ സന്തോഷമല്ല തോന്നുന്നത്, ഭയമാണ്. തമ്പുരാട്ടി ഒന്നുകൂടി ആലോചിക്കൂ. ഒന്നല്ല, പല പ്രാവശ്യം. പണം മോഹിച്ച് സ്നേഹം ഭാവിക്കുകയാണെന്നേ മറ്റുള്ളവർക്ക് തോന്നുന്നു. മറ്റുള്ളവരുടെ തോന്നലാണോ എന്റെ സ്നേഹത്തിനേക്കാൾ വലുത്? എന്റെ മനപ്രയാസം എനിക്കേ അറിയാവൂ. രോഹിണി എന്നെ സ്നേഹിക്കുന്നെന്ന് എനിക്കറിയാം. രോഹിണിയെ എനിക്ക് ജീവന തുല്യം ഇഷ്ടവുമാണ്. പിന്നെ ഞാൻ അധ്വാനിച്ച് ആ കാശ് കൊണ്ട് പോറ്റേണ്ടതാണ് എന്റെ ഭാര്യ. രോഹിണി സമ്പത്തിൽ വളർന്നവളാണ്. ഞാൻ തരുന്ന ചെറിയ ജീവിതം എന്നെങ്കിലും മടുത്താൽ അന്ന് നമ്മുടെ രണ്ടുപേരുടെയും സ്വസ്ഥതയില്ലാതാവും. ജയൻ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ പണക്കാരിയായി ജനിച്ചു പോയത് എന്റെ കുറ്റമാണോ? ഈ സമ്പത്തെല്ലാം കളഞ്ഞിട്ട് ജയന്റെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ്. ജയൻ തയ്യാറാണോ? എനിക്ക് അല്പം സമയം വേണം. രോഹിണിയെ പോറ്റാൻ ഒരു ജോലി ഞാൻ നേടട്ടെ. അപ്പോ പോവാണല്ലേ? അതെ, നാളെ ജോലിക്ക് ചേരണം. ഇനി വരില്ലേ? വരും. എന്ന് അറിയില്ല. നല്ല ശമ്പളമാണോ? എന്താ, വലിയ ശമ്പളമാണോന്ന്? അല്ല. പിന്നെന്തിനാ ദൂരസ്ഥലത്തേക്ക് പോണത്? ആ കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ പണം ഞാൻ തരാമല്ലോ. അതാണ് എനിക്ക് വേണ്ടാത്തത്. എനിക്ക് ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം മതി. അതുകൊണ്ട് ജീവിച്ചാൽ മതി. ഈ പിടിവാശി വേണ്ട. എന്നോടുള്ള സ്നേഹമാണ് വലുതെങ്കിൽ എന്നെ ഇനിയും ഇങ്ങനെ വേദനിപ്പിക്കില്ല. പണത്തിന് വേണ്ടി രോഹിണിയെ കല്യാണം കഴിച്ചു എന്ന് പേര് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അതൊരു1000 പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനാണല്ലോ ഈ ടൈപ്പിസ്റ്റ് ജോലി കണ്ടുപിടിച്ചത്. അതെന്റെ കാര്യം. എനിക്കറിയാം എനിക്ക് ഈ ചെറിയ ജോലിയെ കിട്ടുമെന്ന്. അതുകൊണ്ട് എന്നെ മറന്നേക്കൂ. വളരെ ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്നെ മറന്നേക്കൂ, എന്നേക്കുമായി. രണ്ടുപേരുടെയും നന്മയ്ക്കാണ് ഞാൻ പറയുന്നത്. ഇതെന്റെ അവസാന തീരുമാനമാണ്. ഇതിന് ഇനി മാറ്റമില്ല. ഞങ്ങൾ നല്ലവണ്ണം പരിശോധിച്ചു. എല്ലാ ടെസ്റ്റും നോക്കി. 3 എക്സ്പെർട്സുമായി ഞാൻ കൺസൾട്ട് ചെയ്തു. ഹാർട്ടിലേക്ക് ശരിയായി രക്തം കയറുന്നില്ല. അതാണ് അസുഖം.
കണ്ടീഷൻ സീരിയസ് ആണ്, രോഗിയെ അറിയിക്കണ്ട. गुजर गया वो जमाना जैसा जैसा. ജൽജെ, നിനക്ക് നാളെ ജോലിക്ക് ചേർന്നാ പോരെ? ഇന്നത്തെ രാത്രിയും കൂടി നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞിട്ട് പോകാം. എന്താ? പോരാ, ഇപ്പോൾ തന്നെ ചെല്ലാനാ പറഞ്ഞത്. ഇതൊക്കെ ആരാ വാങ്ങിച്ചു തന്നേ? സുന്ദരേശൻ വക്കീലായിരിക്കും അല്ലേ? അല്ല, മഹാറാണി പണം തന്നു. അപ്പോ ആ ജോലിക്കാരും സുന്ദരേശൻ വക്കീല് സമ്മതിച്ചോ? സമ്മതിപ്പിച്ചു. എങ്ങനെ സമ്മതിപ്പിച്ചേ? അതൊന്നും വിക്രമൻ അറിയണ്ട. ശരിയാ, അതൊന്നും ഞാൻ അറിയണ്ട. ഇനിയിപ്പോ ജലജയുടെ താമസം അവിടെ ആയിരിക്കൂല്ലേ? അമ്മായിയുടെയും ആ പേരക്കിടാവ് അശ്രീരത്തിന്റെയും കൂടി ഇല്ലേ? അതെ. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? ചോദിച്ച കേട്ടില്ലേ, ഞാൻ എന്ത് ചെയ്യും ജലജെ? എനിക്കറിയില്ല. കൈവിടൂ. ഇറ്റ് ഇസ് പെയിനിങ്. ഇതിലും കൂടുതൽ ഞാൻ വേദനിപ്പിക്കുന്ന നോക്കിക്കോളൂ. എന്നെ വിടൂ. ജലജെ, ഞാൻ വിടില്ല. എന്നെ വിടൂ. വേണ്ട, നീയും അശ്വര്യനും തന്നെയാ, അങ്ങനെ തന്നെയാ. നല്ല പെൺകുട്ടികള് ആണുങ്ങളെ തല്ലുവോ? നിനക്കാ വക്കീല് മതിയായിരിക്കും, ഞാൻ നിനക്കൊന്നും അല്ലല്ലോ. വിക്രമ, എനിക്ക് വിക്രമനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. പിള്ള വന്ന് പറഞ്ഞപ്പോൾ വിക്രമൻ എല്ലാം സമ്മതിച്ചതല്ലേ? നമുക്ക് വലിയ പണക്കാരാകാം. അപ്പോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ ജലജ പറയണേ? ദാ, ഇത് കയ്യിൽ വെക്കൂ. ഇതുകൊണ്ട് എങ്ങനെ കഴിഞ്ഞൂടും ജലജ? പോരെങ്കിൽ എന്തെങ്കിലും ജോലി എടുത്തൂടെ? ജോലിയോ? എനിക്കോ? എനിക്ക് എന്ത് ജോലി അറിയാം? ഇത്രയും കാലം ജോലി ചെയ്തിട്ടാണോ ഞാൻ കഴിഞ്ഞേ? ജലജയല്ലേ എന്നെ നോക്കിയേ? അതാ അന്ന്. ഇപ്പോഴിങ്ങനെ. എനിക്കിപ്പോ പണം ഒന്നും വേണ്ടെങ്കിലോ? പണം ഉണ്ടായാൽ കുഴപ്പമുണ്ടാവും. നമ്മൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ എന്ത് സുഖമായിട്ടാണ് കഴിഞ്ഞിരുന്നത്. അന്ന് ജലജയുടെ ശമ്പളം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈയിടെയായി എപ്പോഴും പണം വേണം പണം വേണം എന്നൊരു ജവേ ഉള്ളൂ. വിക്രമന് എന്തിനാ പണം? തരാൻ ഞാനില്ലേ? ബൈ. सब कुछ लुटा के होश में आए तो क्या किया दिल ने. അഡ്വക്കേറ്റ് സുന്ദരേശൻ സ്പീക്കിംഗ്. ആ, വരുമ്പോ ഒരു 10,000 രൂപ ക്യാഷായി കൊണ്ടുവരണം. ക്യാഷോ? ചെക്ക് പോരെ? ചെക്ക് ബുദ്ധിമുട്ടാ. ക്യാഷായി തന്നെ കയ്യിലിരിക്കട്ടെ. അതെല്ലാ കാര്യങ്ങൾക്കും എളുപ്പമായിരിക്കും എന്നാ ജലജയും പറയണേ. ശരി, കൊണ്ടുവരാം. രൂപയുടെ കാര്യം മറന്നോ സുന്ദരേശ? ഇല്ല, ഇതാ 10,000 രൂപയുണ്ട്. ആ, എനിക്ക് ഓരോ കാര്യത്തിനും പണം വേണ്ടി വരും. ചെക്കിലും സുഖം ക്യാഷാണ്, അതുകൊണ്ടാ. പക്ഷേ ക്യാഷ് അപകടമാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകും. പ്രത്യേകിച്ച് മഹാറാണിയുടെ കാഴ്ച. അതിന് ജലജ കൂടെ ഉണ്ടാവല്ലോ, ഒക്കെ അവള് നോക്കിക്കോളൂ. ശരി, എന്നാ സുന്ദരേശൻ പോകൂ. എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോണം. പിള്ളേ, കാർ റെഡി.
ചേട്ടനെ കണ്ട് നന്ദി പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. ഓ, നന്ദി ഒന്നും പറയണമെന്നില്ല. നമ്മൾ തമ്മിൽ എന്നാ കാണുന്നത്? കാണുകയോ? ഇപ്പോൾ കാണുകയല്ലേ? ഇതുപോരെ? അതുപോലെ വീട്ടിൽ വരണം. പിന്നെ പിന്നത്തെ കാര്യം പിന്നെ ആലോചിക്കാം. എന്നാണ് വരിക? ഇവിടെ നിറയെ ജോലിയല്ലേ, സമയം എവിടെ? ജലജ വിചാരിച്ചാൽ സമയമുണ്ടാക്കാൻ കഴിയും. ഞാൻ ഫോൺ ചെയ്യാം. തമ്പുരാട്ടി കാത്തിരിക്കുന്നു. ഇതാ റാണിയുടെ ഡയറി. ഡൽഹിയിലെ കാര്യങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഡയറി എടുക്കാൻ പറഞ്ഞത്. നോക്കട്ടെ. എസ്റ്റേറ്റും കൊട്ടാരങ്ങളും അടങ്ങുന്ന സ്ഥാവര സ്വത്തുക്കളെല്ലാം രോഹിണിക്ക്, കൂടാതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുകയിൽ നിന്ന് 25 ലക്ഷം രൂപ രോഹിണി. ബോണ്ടുകൾ, യൂണിറ്റ് ട്രസ്റ്റുകൾ, ഷെയറുകൾ എന്നിവയും രോഹിണിക്ക്. ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും 5 ലക്ഷം രൂപ സുന്ദരേശന്. ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും 50 ലക്ഷം രൂപ മ്യൂസിക് റിസർച്ച് അക്കാദമിക്ക്. ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിലെ പലിശയിൽ നിന്നും 10,000 രൂപ മിസ്സസ് സരോജിനി ദേവിക്ക്. പാവം മരിച്ചുപോയി. ആരായിരുന്നു? പഴയ നേഴ്സായിരുന്നു. പോട്ടെ, വായിക്കൂ. ബാങ്കിലെ ഡെപ്പോസിറ്റ് പലിശയിൽ നിന്ന് 10,000 രൂപയും കാറും പിള്ളയ്ക്ക്. കണ്ടോ മഹാറാണിയുടെ സ്നേഹം. 10,000 രൂപ. ഒരു 15 ലക്ഷം രൂപ കൊള്ളിച്ചിരുന്നെങ്കിൽ സ്നേഹം മനസ്സിലാക്കാമായിരുന്നു. ഇതും അഡ്വക്കേറ്റ് സുന്ദരേശന് കിട്ടാൻ പോകുന്ന തുകയുടെ കാര്യവും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കണം. അയാൾക്ക് ഫോൺ ചെയ്തില്ലേ? ഈ ഡയറി എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചേക്കും. സംശയം തോന്നാൻ ഇടകൊടുക്കരുത്. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? അടുത്ത ഞായറാഴ്ച അയാളുടെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. എങ്കിൽ ഈ ഞായറാഴ്ച പോകും. സുന്ദരേശൻ സുമുഖനാണ്, സ്ത്രീകളെ വശത്താക്കാൻ മിടുക്കനാണ്. ജലജ വീഴാണ്ട് സൂക്ഷിക്കണം. അങ്ങനെ ഒരു പുരുഷനും എന്നെ വീഴ്ത്താൻ ഒക്കില്ല. പിന്നെ വിക്രമൻ 2 പ്രാവശ്യം ഫോൺ ചെയ്തു. അപകടമല്ലേ അത്? അതെ, അപകടമാണ്. പക്ഷെ അവനെ പിണക്കാനൊക്കുകയില്ല. അവനില്ലാതെ നമ്മുടെ പദ്ധതി നടപ്പാകില്ല. ഒരു കാര്യം കൂടെ സൂക്ഷിക്കണം. അവൻ മറ്റേതെങ്കിലും പെണ്ണുങ്ങളുമായി അടുപ്പമാകാതെ നോക്കേണ്ടിയിരിക്കുന്നു. അത് ജലജയുടെ ചുമതലയാണ്. ഞായറാഴ്ച സിനിമയ്ക്കെന്നോ മറ്റോ പറഞ്ഞ് പുറത്തു പോകാം. പക്ഷേ വിക്രമന് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ വേണ്ടിവരും. രാത്രി റാണിയും രോഹിണി തമ്പുരാട്ടി ഉറങ്ങിയ ശേഷം പോകരുത്. അവർ ഉണർന്ന് എന്നെ അന്വേഷിച്ചാൽ? പോകുന്ന ദിവസങ്ങളിൽ ഓരോ ഉറക്കവിളികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ല. നേഴ്സാണെന്ന കള്ള സർട്ടിഫിക്കറ്റ് ഞാൻ ഉണ്ടാക്കി തന്നത് വെറുതെയാണോ? പിന്നെയും പ്രശ്നമുണ്ട്. ഗേറ്റിൽ ചാപകൾ കാവലില്ലേ? മതിൽക്കെട്ടിന്റെ പിന്നിൽ വലതുവശത്തായി ഒരു ചെറിയ വാതിലുണ്ട്. കുറെ കാലമായി ആരും ഉപയോഗിക്കാതെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിന്റെ താഴിനെ ഞാനൊരു താക്കോൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ. പോയോ? അല്ല, കുളിക്കാണോ? എന്തിനാ ഇപ്പൊ തന്നെ കുളിക്കണേ? ഇപ്പഴേ അങ്ങോട്ട് പോവാണോ?
അതെ, പോണം. വിക്രമൻ ഉറങ്ങിക്കോളൂ. ഈ രാത്രി മുഴുവനും ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയണ്ടേ? ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഒരു കാര്യം ഞാനിങ്ങോട്ട് പറയാം, കേട്ടോളൂ. ജലജയ്ക്ക് പണം വേണം. അമ്മായിയുടെ കൊട്ടാരവും കാറും കീറും പണവും ഒക്കെ വേണം. എനിക്ക് അതൊന്നും വേണമെന്നില്ല. എനിക്ക് ജലജയെ മാത്രം മതി. എന്താ കാരണം എന്നറിയോ? എനിക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ്. വിക്രമന് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ഞാൻ പറഞ്ഞു നുണയാണെന്നാ തോന്നണേ? അല്ല, വിക്രമൻ നുണ പറയില്ല. എനിക്കറിയാം. ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു കേൾക്കുന്നത് ഇതാദ്യമാണ്. ജലജയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ട്. എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സ്നേഹമുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇതിനൊക്കെ തയ്യാറായത്. എത്രയും വേഗം ഇതൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ. ഞാൻ പോകട്ടെ വിക്രമ. റാണി ഉണർന്നാൽ എന്നെ അന്വേഷിക്കും. ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൊണ്ടാക്കാം. Is it Mr. സുന്ദരേശൻ? ആ, ഞാനാണ് ജലജ. ഇന്ന് വൈകുന്നേരം ഞാൻ ചേട്ടന്റെ വീട്ടിലെത്തും. കാത്തിരിക്കണം. ആ, ശരി ശരി. സുന്ദരേശനുമായി സംസാരിച്ചില്ലേ? സംസാരിച്ചു. പദ്ധതി എങ്ങനെയാണ്? ഞങ്ങൾ ബെഡ്റൂമിൽ ആയിരിക്കും. അപ്പുറം മതിൽ, അതിനപ്പുറം മൈതാനം. ഇതാണ് സാധനം. ഇതിനകത്ത് മൈക്രോഫോണാണ്. എവിടെയും ഒട്ടിപ്പിടിക്കും. കട്ടിലിന്റെ തലയ്ക്കലെ പാളിയിലായാൽ കൂടുതൽ നന്നായിരിക്കും. എല്ലാം അവസാനിച്ചാൽ ഞാൻ 2 പ്രാവശ്യം ഹോണടിക്കും. കുട്ടി കാപ്പി കുടിച്ചോ? എന്താ ഉള്ളേ? സ്വല്പം തകരാറ് കാണുന്നുണ്ട് കാറിന്റെ കാർബറേറ്റർ. അതിനിപ്പോ എന്താ ചെയ്യാ? വൈകുന്നേരം വർക്ക്ഷോപ്പിൽ കൊടുത്താൽ രാത്രി നന്നാക്കി കിട്ടും. അപ്പോ പിള്ളേർ രാത്രി വരെ ഉണ്ടാവില്ല എന്നർത്ഥം. ഇവിടെ ഒന്ന് സിനിമയ്ക്ക് പോവാണെന്ന് പറഞ്ഞു. അപ്പോ രാത്രി വരെ ഇവിടെ ആരും ഉണ്ടാവില്ല. എന്നാൽ ഞാനിന്ന് സിനിമയ്ക്ക് പോകുന്നില്ല മഹാറാണി. നീ പൊയ്ക്കോളൂ. ഈ പ്രായത്തിലല്ലേ സിനിമയെല്ലാം കണ്ട് സന്തോഷിക്കാൻ പറ്റുള്ളൂ. പിള്ളേ, ഒരു കാര്യം ചെയ്യൂ. പോകുമ്പോ ഇവിടെ തിയേറ്റർ ഇറക്കി വിടൂ. വരുമ്പോ കൂട്ടിക്കൊണ്ട് വരൂ. പെണ്ണല്ലേ, ഒറ്റയ്ക്ക് വരികയും പോവുകയും ചെയ്യണ്ട. ജലജ, എന്റെ ജീവിതത്തിൽ ഇത്രയേറെ ഞാൻ ഇതുവരെ സന്തോഷിച്ചിട്ടില്ല. ഞാൻ സത്യമാണോ? ഒട്ടും നുണയല്ല. അയ്യോ, 9 മണിയായി. എനിക്ക് പോണം. 10 നിമിഷം കൂടി. എന്തിനാ? സ്വല്പസമയം കൂടി കണ്ടുകൊണ്ടിരിക്കാൻ. അത്രയ്ക്ക് എന്നെ ഇഷ്ടായോ? നുണ. എല്ലാ പെണ്ണുങ്ങളോടും ഇങ്ങനെ പറഞ്ഞു കാണും. ഇല്ല. എന്നാൽ സത്യം ചെയ്ത് പറയും. എന്താ? അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ ഇന്നേ വരെ ഒരു സ്ത്രീയിൽ നിന്നും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം മഹാറാണിയുടെ നേഴ്സായ ജലജയിൽ നിന്നും അനുഭവിച്ചു. നമ്മൾ തമ്മിലുള്ള ബന്ധം മഹാറാണി അറിഞ്ഞാൽ കുഴപ്പമാവില്ലേ? എന്തു കുഴപ്പം? ചേട്ടനോട് അവർക്ക് സ്വല്പം പ്രേമമല്ലേ? ആ പേര് പറഞ്ഞാൽ തന്നെ എനിക്ക് അറപ്പാണ്. വയസ്സായ കിഴവിടെ പ്രേമം. അങ്ങനെ പറയല്ലേ. മഹാറാണിയുടെ വിൽപ്പത്രം കണ്ടിട്ടുണ്ടോ? വിൽപ്പത്രം? അവരുടെ മരണപത്രം ആർക്ക് കാണണം? അവരൊന്നും മരിച്ച സമാധാനമായി. ചേട്ടന് അവരുടെ മരണപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സംഖ്യയെപ്പറ്റി വല്ല വിവരമുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ? എന്തായി പറയുന്നേ? മഹാറാണി പറഞ്ഞത് പറയുന്നു. മഹാറാണിയുടെ മരണശേഷം 5 ലക്ഷം രൂപയാണ് ചേട്ടന് കിട്ടാൻ പോകുന്നത്. വിൽപ്പത്രത്തിലുണ്ട്. നേരാണോ ജലജ? അതെനിക്കറിയില്ല. മഹാറാണി എന്നോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. മഹാറാണി അങ്ങനെ പറഞ്ഞു? സത്യം? അതേ. നീ അതെടുത്തൊന്ന് നോക്കിക്കൂടെ? മരണപത്രം നോക്ക്. അത് ബാങ്ക് ലോക്കറിലല്ലേ?
പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? വേണ്ട, വിശ്വസിക്കണ്ട. മഹാറാണി മരിക്കട്ടെ, അപ്പ അറിയാം. ദൈവമേ, 5 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഞാൻ ആരാകും? 5 ലക്ഷം രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അസാധ്യം, ഇമ്പോസിബിൾ. 5 ലക്ഷം രൂപ. ഞാൻ പോകുന്നു. എനിക്ക് 10 മണിക്കങ്ങ് എത്തണം. വിൽപത്രത്തിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആവോ, ഇന്നത്തെ ഓർമ്മയ്ക്ക് ചെറിയൊരു സമ്മാനം തരട്ടെ? സമ്മാനം തരേണ്ടത് ഞാനല്ലേ? ഞാനത് വാങ്ങിക്കോളാം. പിന്നീട്. ഇപ്പോഴിതിരിക്കട്ടെ. എനിക്ക് പോകാൻ സമയമാകുന്നു. എങ്ങനെ? രണ്ടാം ഘട്ടം കഴിഞ്ഞു. വിക്രമിന്റെ കാര്യമാണ് കുഴയ്ക്കുന്നത്. എന്നും എന്നെ കാണണമത്രേ. അത് സാരമില്ല, അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എന്താ ഇത്? ബട്ടണോ? ഹലോ സുന്ദരേശൻ, എന്താണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല, ഇരിക്കൂ. പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എന്റെ ഡോക്യുമെന്റ്സ് നോക്കിയോ? മറ്റന്നാൾ രജിസ്റ്റർ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. ഇന്ന് നോക്കി വെക്കാം. ഇന്നലെ രാത്രി ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. കുറച്ച് അത്യാവശ്യം ജോലി ഉണ്ടായിരുന്നു. സുന്ദരേശൻ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാട്ട് ഈസ് ദിസ്? എന്താ കാര്യം? ഇതാരെ ബഗ് ചെയ്യാനാ? ബഗ് ചെയ്യേ? അതെ, ഇത് അതിനുള്ളതാണ്. ഇതൊരു ബട്ടണല്ലേ? വാസ്തവത്തിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ഇല്ല, ഇത് വഴി കിടന്ന് കിട്ടിയതാ. ഇത് ബട്ടണല്ല, ബഗ് ചെയ്യാനുള്ള ലേറ്റസ്റ്റ് ഇലക്ട്രോണിക് മൈക്രോഫോണാണ്. ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ അവിടെ നടക്കുന്ന സംഭാഷണം 1 മൈൽ റേഡിയസിനകത്ത് എവിടെ നിന്നും ടേപ്പ് ചെയ്യാം, അവിടെ കേൾക്കുകയും ചെയ്യാം. നമ്മൾ പറഞ്ഞതെല്ലാം ഇപ്പോൾ വല്ല ടേപ്പിലുമായിരിക്കും. സാരമില്ല, നമ്മൾ രഹസ്യങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ. ശരി, എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഇന്ന് തന്നെ നോക്കി ശരിയാക്കി തരണേ. ഞാൻ വരട്ടെ. ഭയങ്കരി. അപ്പോൾ അവൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് പരിപാടി. വിവരണം കേട്ടതിൽ നിന്നും സ്വല്പം ബുദ്ധിമുട്ട് പിടിച്ച ജോലിയാണെന്നാണ് തോന്നുന്നത്. ദിവസം 500 രൂപ ചെലവ് വരും. ഒരാളുടെ ജോലിയല്ലേ ഉള്ളൂ. അതെ, അയാൾക്ക് തന്നെ ദിവസം 200 രൂപ വേണം. സംഖ്യ അപ്പൊ ദിവസവും കൂടി വരികയാണ്. വരുമല്ലോ. വേഗം കാര്യം കഴിച്ചു കളാപിള്ളേ. Sir, I hereby authorize my advocate, Mr. N. Sundaresan, to collect my bill, which I have kept in the safe custody of your bank in a sealed cover. He will return the same to you in a few days. Please hand it over to him and oblige. Thanking you. Yours faithfully. ദാ ഇവിടെ. എന്താ ഇത്? ആ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പേപ്പറാണ്. ഇതെന്താ? ബാങ്കിലേക്കുള്ളതാ. ഇന്ന് തന്നെ കൊടുക്കണം. ആ കത്ത് അർജന്റാണ്. മഹാറാണി. ഓ, 5 ആയല്ലേ? എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് പറഞ്ഞാ പിള്ള മിനിറ്റ് തെറ്റിക്കാതെ ഇങ്ങ് വരും. മഹാറാണി, എന്താ ഇത്? പുതിയതായി വാങ്ങിയതാണോ? അതെ, ജലജ വാങ്ങിക്കൊണ്ട് വന്നതാ. നല്ല സാധനം. എനിക്ക് എപ്പോഴും പാട്ട് കേൾക്കാമല്ലോ. 4000 രൂപ കൊടുത്തു. എന്താ, നഷ്ടമില്ലല്ലോ? ഇല്ല, നഷ്ടമില്ല.
അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. ആരാണ്? മനസ്സിലായില്ലല്ലോ. പാട്ട് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പറയായിരുന്നു, വലിച്ചെറിയണ്ടായിരുന്നു. കഷ്ടായി. കൈകാലിന്റെ പാട്ടാ പോയത്. പെട്ടിയൊരുക്ക്. എന്തിനാ? നമുക്ക് രണ്ടുപേരും കൂടെ ടൂറിന് പോകാം. വേഗം, അരമണിക്കൂറിനകം ബസ് പോകും. എല്ലാം തകർത്തില്ലേ? പിന്നെ എങ്ങനെയാ എടുക്കുക? സാരമില്ല, ഞാനില്ല ടൂറിന്. വാടാ. വേണോ? ശൈലജയോട് ഒന്ന് ചോദിച്ചിട്ട് പോരെ? അറക്കും നിന്നെ. പെട്ടിയെടുക്ക്. നിനക്കും എനിക്കും സുഖമായി ജീവിക്കാം. പറ്റില്ലേ? ഇത്രയും കണ്ട സ്ഥിതിക്ക് അത് പറ്റുമെന്നാ തോന്നണേ. പറ്റാതെ വെക്കോ? എടുക്ക് പെട്ടി. എടുക്കന്നെ. അല്ലാതെ നിവൃത്തിയില്ലല്ലോ. എടുക്കന്നെ. നടപ്പ് കണ്ടിട്ട് ഇനി അങ്ങോട്ട് എന്റെ ജീവിതം സുഖായിരിക്കും എന്നാ തോന്നണേ. ശൈലജയ്ക്ക് എന്നെ ഒന്ന് കാണണമെങ്കിൽ എങ്ങനെയാ ഈ വഴി വരിക? അതെല്ലാം വരുവടാ. ഇവിടെ കല്ല് കരട് കാഞ്ഞൊരു കുറ്റി മുള്ളു പുരട്ട് മൂർഖം പാമ്പ് എല്ലാം ഉണ്ടല്ലോ. അവൾ എങ്ങനെയാ വഴി വരിക? മെല്ലെ പിടിച്ചോളൂ. ഇതൊരു ഭയങ്കര വനാണല്ലോ. ഞാനൊരു പാട്ട് വെക്കട്ടെ? അങ്ങോട്ട് നടക്കണ. എന്തിനാ എന്നെ ദേഹോദ്ര ഏൽപ്പിക്കണേ? ഞാനൊരു പാവമില്ലേ? ഞാൻ നടന്നോളാം. പുറകെ നടന്നോളൂ കേട്ടോ. പേടിക്കണ്ട, നടന്നോളൂ. നടന്നോളൂ. ഇവിടെ ചാരായവും കഞ്ചാവും ഒക്കെ കിട്ടുമോ? നടക്കടാ. ഓ, മരം നടന്നു തന്നെ. എന്താ പേടിച്ചു പോയോ? കേരള മേലെ. ഇതിന്റെ മേലെയോ? ഒരു കാര്യം ചെയ്യും, പാട്ട് പെട്ടി ഇങ്ങോട്ട് പിടിച്ചോളൂ. ഞാൻ കേറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാം. എന്നാലും ജലജോട് ഒന്ന് ചോദിച്ചിട്ട് പോരെ? ഓ, കേറി തന്നെ. എന്റെ ഗുരുവായൂരപ്പാ. ഇപ്പോഴും കത്തി മടക്കിയിട്ടില്ലേ? ശിവ. അല്ല, വാതിലും പൂട്ടിയോ? താനും വന്നോളൂ, നമുക്ക് പാട്ടും കെട്ടിരിക്കാം. ഓ, മിണ്ടില്ല. കത്തി തണ്ടേലില്ലേ? താൻ പേടിക്കണ്ട, സമയാസമയത്തിന് ആഹാരം ഞാനിവിടെ എത്തിച്ചോളാം. ആഹാരം മാത്രം പോരാ, അല്പ കഞ്ചാവും വേണം കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ നിന്നെങ്ങാനും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ തന്റെ കുടല് ഞാൻ വെളിയിലെടുക്കും. അങ്ങനൊന്നും ശ്രമിക്കില്ല. നിങ്ങൾ താഴെ തന്നെ ഇരുന്നോളൂ കേട്ടോ. എനിക്ക് പേടിയാ. നാലാം ഘട്ടവും കഴിഞ്ഞു. എന്നുവെച്ചാൽ വിക്രമൻ ഇനി ജലജയെ ശല്യം ചെയ്യില്ല. എന്ത് ചെയ്തു? കൊന്നോ? ഒന്നാൽ എല്ലാ ഘട്ടവും കഴിഞ്ഞില്ലേ? കൊല്ലാതെ കൊണ്ട് നടക്കലല്ലേ എന്റെ പണി. എവിടെ വിക്രമൻ? എന്നോട് തെളിച്ചു പറയൂ. വിക്രമനെ ഒരു പ്രത്യേക സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുക. സഹായത്തിന് ആളുണ്ട്. അയാൾ അവിടെ സുഖമായി കഴിയുക. പാവം, എന്നെ കൂടാതെ എങ്ങനെ കഴിയുന്നു ആവോ? അതൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്. നാളെ സുന്ദരേശൻ വിൽപത്രം ബാങ്കിൽ നിന്ന് എടുക്കും. എങ്ങനെ അറിഞ്ഞു? ബാങ്കിലേക്കുള്ള ഒരു കത്ത് ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പതുങ്ങി നിന്ന് അറിഞ്ഞു. അതാണെന്ന് എങ്ങനെ അറിയാം? ആ സമയത്ത് ഞാൻ കയറി ചെന്നു. അയാൾ വിയർത്തിരുന്നു. അയാളുടെ മുഖം വാടിയിരുന്നു. നാളെ വാങ്ങി. എന്നിട്ട്
എന്നിട്ട് ജലജയുമായി സമ്പർക്കം പുലർത്തും. അപ്പൊ ശരിക്കങ്ങ് കൈകാര്യം ചെയ്തേക്കണം. അത് അത്ര എളുപ്പമല്ല. ഒന്നുമില്ല, പണം ആർക്കും കഴിക്കില്ല ജലജ, ആ മണ്ടം വിക്രമൻ ഒഴികെ. ആ തമ്പുരാട്ടി അന്വേഷിക്കും. എന്റെ വാർദ്ധക്യകാലത്ത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളും പണസംബന്ധവും സ്വത്ത് സംബന്ധമായ കാര്യങ്ങളും വേണ്ട പോലെ അപ്പപ്പോൾ എന്റെ ആഗ്രഹമനുസരിച്ച് നടത്തിക്കൊണ്ടുവന്ന അഡ്വക്കേറ്റ് സുന്ദരേശന് അദ്ദേഹത്തിന്റെ സേവനങ്ങളെയും എന്നോടുള്ള വാത്സല്യത്തെയും കണക്കാക്കിക്കൊണ്ട് ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ച സംഖ്യയിൽ നിന്നും 5 ലക്ഷം രൂപ എന്റെ മരണശേഷം കൊടുക്കുവാൻ ഞാൻ ഇതിനാൽ നിശ്ചയിച്ചിരിക്കുന്നു. പാവം മഹാറാണി. ഗുഡ് ഈവനിങ് മിസ്റ്റർ സുന്ദരേശൻ. ഗുഡ് ഈവനിങ്. സിറ്റ് ഡൗൺ. താങ്ക് യു. വിൽപ്പത്രം കണ്ടില്ലേ? ഞാൻ നുണ പറയില്ലെന്ന് വിശ്വാസമായില്ലേ? 5 ലക്ഷമല്ലേ, നിസ്സാര കാര്യമല്ലല്ലോ. അത് കിട്ടണ്ടേ? വേണം, പക്ഷേ ജലജ പറയാൻ പോണ വ്യവസ്ഥയിൽ കിട്ടണമെന്നില്ല. അതെന്തേ? മിസ് ജലജ, ഐ ആം ആൻ അഡ്വക്കേറ്റ്. നിങ്ങൾ ഈ ചെയ്യുന്നതിന് ബ്ലാക്ക് മെയിലിന്റെ പേര് പറയും. സെക്ഷൻ. പോലീസിനെ വിളിക്കണോ? വിളിച്ചോളൂ. നിങ്ങളുടെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? നിസ്സാരം. ആ വിൽപ്പത്രം എനിക്ക് വേണം. വിൽപ്പത്രമോ? എന്തിന്? അതുകൊണ്ട് എന്ത് ചെയ്യാൻ? അക്കാര്യം ജലജയ്ക്ക് വിശദീകരിക്കാൻ കഴിയില്ല, പാവം പെണ്ണല്ലേ. അതുകൊണ്ട് സഹായിക്കാൻ വന്നതാണ് ഞാൻ. വിരോധം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ജലജ, നമ്മുടെ പദ്ധതിയിൽ സാറിനെ കൂടി ചേർത്തേക്കാം. സാറൊരു പാവമല്ലേ. ഓയ്, നമുക്ക് സമയം കളയണ്ട. ഞാൻ പറയാം. മഹാറാണിയുടെ വിൽപ്പത്രം ഞങ്ങൾക്ക് വേണം. അതിലൊരു സൂത്രം ചെയ്യാനാ. ചെറിയ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. മാറ്റങ്ങൾ വരുത്താനോ? സാറിന്റെ പേരിലുള്ള 5 ലക്ഷം രൂപ മാറ്റില്ല. മഹാറാണി ആ മ്യൂസിക് റിസർച്ച് അക്കാദമിക്ക് 50 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടല്ലോ, അതാവശ്യമാണ്. അത് മഹാറാണിയുടെ ചെറുമകൻ വിക്രമരാജയ്ക്കുള്ളതാണെന്ന് മാറ്റി എഴുതണം. അത്രേ. ഞങ്ങൾക്കൊന്നും വേണ്ട. വിക്രമരാജ ഒരു പാവമാണ് സാർ. ഇപ്പൊ വളരെ കഷ്ടത്തിലാണ്. എന്തെങ്കിലും ആ പാവത്തിന്റെ പേർക്ക് എഴുതി വെച്ചില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനവും വരില്ല. വിക്രമരാജയോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കണം. അതെ, സ്നേഹമുണ്ട്. പിന്നെ ഇത്രയും വാങ്ങിച്ചു കൊടുക്കുന്നതല്ലേ, എനിക്കെന്തെങ്കിലും കിട്ടണ്ടേ? ഒരു 25 ലക്ഷമെങ്കിലും കിട്ടണം. അത് കിട്ടും. അപ്പോ വിൽപ്പത്രം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കണം അല്ലേ? നമ്മുടെ ടേപ്പിന്റെ ഗുണം സാറിന് മനസ്സിലാക്കില്ലെന്ന് തോന്നുന്നു. എല്ലാ പെണ്ണുങ്ങളോടും ഇങ്ങനെ പറഞ്ഞു കാണും. ഇല്ല. എന്നാൽ സത്യം ചെയ്ത് പറയും. എന്താ? അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ, അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ ഇന്നേ വരെ ഒരു സ്ത്രീയിൽ നിന്നും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം മഹാറാണിയുടെ നേഴ്സായ ജലജയിൽ നിന്നും അനുഭവിച്ചു. സാറിന് വേണോ? എടുത്തോളണം. എന്റെ കയ്യിൽ വേറെ കോപ്പിയും. വിള്ള അത്ര മണ്ടനൊന്നും അല്ല സാറേ. അവർക്ക് സ്വല്പം പ്രേമമില്ലേ? ആ പേര് പറഞ്ഞാൽ തന്നെ എനിക്ക് അറപ്പാണ്. വിൽപ്പത്രം ഞാൻ അത് ബുദ്ധി. അബദ്ധത്തിലെങ്ങാനും മഹാറാണി ഈ ടേപ്പ് കേട്ട സാറിന്റെ 5 ലക്ഷം രൂപ പോക്ക. വിൽപ്പത്രം എങ്ങനെ മാറ്റും? മാറ്റില്ല, പുതിയതൊന്നും ഉണ്ടാക്കും. കള്ളൊപ്പിട്ട എന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ. മഹാറാണിയുടെ ശരിയായ ഒപ്പ് തന്നെയാണ് ഇടാൻ പോകുന്നത്. ഞാനല്ലേ ഇടുന്നത്. മഹാറാണിയുടെ കള്ളൊപ്പിട്ടാൽ ഞാനും എന്റെ സീനിയറും തിരിച്ചറിയും. അതുകൊണ്ട് അത് ആലോചിക്കണ്ട. ശരി, ഈ പാഡിൽ സാർ ഒരു ഒപ്പ് ഇങ്ങ് ചാർത്തി തന്നാട്ടെ. ആ ചുമ്മാ ഇടണം സാറേ. ഒരു വേല കാണിക്കാമോ എന്ന് നോക്കട്ടെ. നോക്കട്ടെ. ഇതിൽ സാറിന്റെ ഒപ്പ് ഏതൊന്ന് പറഞ്ഞാട്ടെ. തിരിച്ചറിയാൻ പറ്റില്ല സാറേ. ഇതൊരു കലയാണ്, എന്നെ കൊണ്ടേ പറ്റൂ. ശരി, മഹാറാണിയുടെ കള്ള ഒപ്പിടാം. എന്നാലും സാക്ഷികൾ വേണ്ടേ?
എന്റെ സീനിയർ മിസ്റ്റർ പ്രഭാകരൻ ഒന്നാം തരം ക്രിമിനൽ അഡ്വക്കേറ്റ് ആണ്. സംശയം തോന്നിയാൽ പോലീസിൽ അറിയിക്കും. അതിനാണ് സാറ് സഹായിക്കേണ്ടത്. പ്രഭാകരൻ സാറിന് ഒരു 5 ലക്ഷം രൂപ ഞാൻ എഴുതി വെച്ചേക്കാം. ഞാനാണ് കൊടുക്കുന്നതെന്ന് അറിയണ്ട. പക്ഷേ വില്ല് പ്രകാരം സാറിന് ഇത്രയും സംഖ്യ കിട്ടുമെന്ന് പ്രഭാകരൻ സാറിനോട് സാറൊന്ന് സൂചിപ്പിച്ചേക്കണം. അപ്പൊ പിന്നെ ശല്യമില്ലല്ലോ. ഇത്രയും ഞാൻ ചെയ്തു തന്നാൽ ഈ ടേപ്പും ഇതിന്റെ കോപ്പിയും എനിക്ക് മടക്കി തരില്ലേ? അത് തരില്ല. പക്ഷേ അതുകൊണ്ട് പിന്നെ സാറിനൊരു കുഴപ്പവും ഉണ്ടാവില്ല. ശരി, ഇവിടെ ഇരിക്കൂ. വിൽപത്രം ഞാൻ എടുത്തുണ്ട്. 5ാം ഘട്ടം കഴിഞ്ഞു. സാറ് പ്രഭാകരൻ സാറുമായി സംസാരിച്ചോ? ഇല്ല, സംസാരിക്കാം. പെട്ടെന്ന് പറ്റില്ല. സാവധാനം ചെയ്യാം. അദ്ദേഹത്തിന് ഒരു വീതം എഴുതിയിട്ടുണ്ടല്ലോ. ആരെയും വിട്ടിട്ടില്ല. മ്യൂസിക് റിസർച്ച് അക്കാദമി മാത്രം വിട്ടുകളഞ്ഞു. അത്രേ ഉള്ളൂ. ഈ പണമില്ലാതെയും സംഗീതം വളരും. അപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യം അത്ര മോശമാണെന്നൊന്നും പറഞ്ഞുകൂടല്ലേ സാറേ? അതെ. സാറിനിപ്പോ കേസൊന്നുമില്ലെങ്കിലും ഒരു വക്കീലാണല്ലോ. എല്ലാം ശരിയാണോ ഒന്നൊന്ന് നോക്കിയാട്ടെ. നിങ്ങൾ ആളൊരു ഭയങ്കരം തന്നെ. മഹാറാണിയുടെ ഒപ്പം അതുപോലെ ഇട്ടിരിക്കുന്നല്ലോ. അതല്ലേ എന്റെ തൊഴിൽ. ഇതിലൊപ്പിട്ടിരിക്കുന്ന സാക്ഷികൾ ആരൊക്കെയാണ്? ഇതിൽ ആദ്യം ഒപ്പിട്ടിരിക്കുന്ന രാമകുറുപ്പ് എന്റെ ഒരു ആത്മസുഹൃത്താണ്. ഞങ്ങൾ സേലത്ത് ഒന്നിച്ചുണ്ടായിരുന്നു. ആളിപ്പോഴെവിടെയുണ്ട്? ഇപ്പോഴും സേലത്ത് തന്നെ. സേലത്ത് എവിടെ? അവിടെ തന്നെ, സെൻട്രൽ ജയിലിൽ. ജയിലില്? ഒരു കുഴപ്പവും വരില്ല സാർ. ഞാൻ ആവശ്യപ്പെട്ടാൽ ജയിൽ ചാടി വരും. ഒപ്പ് ഞാനങ്ങ് ചാർത്തിയതാണ്. വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ ഇപ്പൊ പുറത്തല്ലല്ലോ. കുഴപ്പമാവില്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല. പോലീസിന്റെ പുസ്തകങ്ങളിൽ ഹിമാലയൻ കുറുപ്പെന്നാണ് എഴുതിയിരിക്കുന്നത്. പാവം നല്ലവനാ സാറേ. കണ്ടാലും മാന്യന. പിന്നെന്താ? ഈ രണ്ടാം സാക്ഷി മിസ്സസ് ശാരദാകൃഷ്ണൻ എന്റെ പഴയ പരിചയക്കാരിയാ. ഒപ്പ് ശരിയാ. അവരിപ്പോഴെവിടെയാണ്? അങ്ങ് കണ്ണൂർ ജയിലില്ല. നിർഭാഗ്യം കൊണ്ടാണ് സാറേ. ഒരു ഹോട്ടൽ റെയ്ഡിൽ എറണാകുളത്ത് വെച്ച് പിടിച്ചുപോയി. 3 മാസം ഞാൻ പുറത്തു വരും. എന്നാലും 2 സാക്ഷികളും ചുരുങ്ങിയത് ജയിലിന് പുറത്തായിരിക്കണ്ടേ? ആവുമല്ലോ. 2 പേരും പുറത്തു വരും. എന്തായാലും മഹാറാണി അത്ര പെട്ടെന്നൊന്നും മരിക്കുന്ന ലക്ഷണമില്ല. മരിച്ചാലല്ലേ വില്ലിന്റെ ആവശ്യമുള്ളൂ. പിന്നെന്താ? അഥവാ മരിച്ചാൽ? മരിക്കും സാറേ. എല്ലാവരും മരിക്കും. അതെങ്ങനെ? നമ്മൾ വിചാരിച്ചാ മരിക്കാതിരിക്കോ? ഒപ്പിട്ട മരണ സർട്ടിഫിക്കറ്റ് അല്ലേ വേണ്ടു. വേണ്ടി വന്നാൽ ഞാനങ്ങ് ഒപ്പിടും സാറേ. ശരി, മരണശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. പിന്നെ പഴയ വിൽപ്പത്രം എവിടെ? കത്തിച്ച് കളഞ്ഞു. കത്തിച്ചോ? നശിപ്പിക്കണ്ടായിരുന്നു. മരിച്ച ആൾ തന്റെ വിൽപ്പത്രം അന്വേഷിക്കില്ലല്ലോ. എന്തായാലും ഒന്നും സാരമില്ല സാർ. എന്തായാലും മഹാറാണി മരിച്ചാലല്ലേ പണം കിട്ടുള്ളൂ. അതെനിക്കറിയാം. അതിനുള്ള പോംവഴി ആലോചിക്കട്ടെ. എന്നുവെച്ചാൽ ആരൊക്കെ ജീവിക്കണം, ആരൊക്കെ മരിക്കണം എന്നുള്ളതല്ല എന്റെ പ്രശ്നം. പണം കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. അതെങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ ആലോചിച്ചോളാം. കൃഷ്ണ കൃഷ്ണ വിരഹിണി രാധ രാധിക
ജലജ എന്താ പറയാൻ ഭാവിച്ചേ? ഞാൻ രോഹിണി തമ്പുരാട്ടിയുടെ കാര്യം പറയുകയായിരുന്നു. അവളിങ്ങനെ വല്ലാണ്ടിരിക്കണതിന്റെ കാര്യം എനിക്കറിയാം. എന്ന് വെച്ചാ ഞാൻ ഊഹിച്ചു എന്നർത്ഥം. അതിന് പ്രതിവിധിയും ചെയ്തിട്ടുണ്ട്. തമ്പുരാട്ടിയുടെ വിഷമം എങ്ങനെയെങ്കിലും മാറിയാൽ മതിയായിരുന്നു. കുട്ടിയെ സിത്താർ പഠിപ്പിച്ച മാധവറാവിന് ഒരു മകനുണ്ടായിരുന്നു. മഹാവിദ്വാനാണെന്നാ രോഹിണി പറഞ്ഞ്. അയാളെ കുട്ടി ഇഷ്ടപ്പെടുന്നോന്ന് സംശയം. ആ ചെറുപ്പക്കാരനെ പറ്റി എന്നോട് പറഞ്ഞു. എനിക്കും അങ്ങനെ തോന്നി. സ്ത്രീകൾക്ക് സ്ത്രീകളെ പെട്ടെന്ന് അറിയാൻ കഴിയുമല്ലോ. അയാളെ കാണാണ്ടായ പിന്നെ കുട്ടിക്ക് സൂക്കേട് വന്നതും ഇങ്ങനെ ആയതും. അദ്ദേഹം എവിടെയോ ജോലി ചെയ്യുകയല്ലേ? സുന്ദരേശനോട് പറഞ്ഞ് അയാളെ വിളിപ്പിച്ചിട്ടുണ്ട്. വരുമായിരിക്കും. എന്ത് വേണം? മഹാറാണിയെ കാണണം. ആരാ നിങ്ങൾ? ജയദേവൻ. മഹാറാണി വരാൻ പറഞ്ഞിട്ടുണ്ടോ? ഓ, ഒരു നിമിഷം നിൽക്കണം. ഞാനൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ. ശരി. ശരി, അങ്ങോട്ട് ചെന്നോളൂ. കാത്തിരിക്കുകയാണെന്ന്. കാപ്പി കൊണ്ടിരട്ടെ? വേണ്ട. കുട്ടി പറയാറുണ്ടെങ്കിൽ ആദ്യമായി കാണുക. ഇരിക്കൂ. വേണ്ട. ഞാൻ പറഞ്ഞയച്ചതിന് കാരണം മനസ്സിലായോ? അവസാനമായി ജയദേവനെ കണ്ടു മടങ്ങി വന്നപ്പോ കുട്ടി കാറിൽ നിന്നും ബോധം കെട്ട് വീണു. പിന്നെ കുറച്ച് ഡോക്ടർമാരെയൊക്കെ വരുത്തി കാണിച്ചു. ഹാർട്ട് ട്രബിൾ ആണെന്നാണ് പറഞ്ഞത്. വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു പ്രയോജനമില്ല. ജയന് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. എത്ര സ്വത്ത് വേണമെങ്കിലും തരാം. ഞാൻ തന്നാണെന്ന് ആരും അറിയില്ല. എന്റെ രോഹിണിയെ വിട്ടു പിരിയാതിരുന്നാ മതി. എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട. ഞാൻ എന്നും രോഹിണിയെ കാണാം. ജയൻ സ്നേഹമുള്ളവനാ. രോഹിണി എവിടെ? രോഹിണി തോട്ടത്തിലുണ്ട്. അങ്ങോട്ട് ചെല്ലൂ. സ്വപ്നം കാണുകയാണോ? അല്ല, സ്വപ്നമല്ല, ഞാൻ തന്നെ. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. രോഹിണിയെ കാണാൻ. രോഹിണിയെ ഞാൻ സ്നേഹിക്കുന്നെന്ന് ആ ചെവികളിൽ 1000 പ്രാവശ്യം മന്ത്രിക്കാം. സ്നേഹിക്കുന്നുണ്ടെന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. തെറ്റാണ്. ഞാൻ ചെയ്തത് തെറ്റാണ്. ഇത്രയും നാൾ വിട്ടുനിന്നത് തെറ്റാണ്. ഇപ്പോഴെന്നെ പോറ്റാൻ തക്ക ജോലി കിട്ടിയോ? രോഹിണി, എന്നോട് ക്ഷമിക്കൂ. എന്നാലും എന്നെ പിരിഞ്ഞിരിക്കാൻ ജയന് സാധിച്ചല്ലോ. ഓരോ നിമിഷവും ഞാൻ നീറി കഴിയുകയായിരുന്നു. എന്റെ തെറ്റ് എനിക്ക് ബോധ്യമായത് ഇന്നാണ്. എന്നോട് ക്ഷമിക്കൂ. മുത്തിനു വേണ്ടി മുങ്ങാൻ കുഴിമുക്കിളിയിട്ടു ഞാൻ. ഭിത്തിയിൽ നിന്നും
നിന്നുമുണർന്ന നിൻ പുഞ്ചിരി കണ്ടു ഞാൻ. മുത്തിനു വേണ്ടി മുങ്ങാങ്കുഴി മുക്കിളിയിട്ടു ഞാൻ. ചിത്തിയിൽ നിന്നുമുണർന്ന നിൻ പുഞ്ചിരി കണ്ടു ഞാൻ. ഓളമിടും ചോലകളിൽ ഓടമുളം കാടുകളിൽ, ഓളമിടും ചോലകളിൽ ഓടമുളം കാടുകളിൽ ലോലലോലം വീശി നടന്നു ഞാൻ. ആരോമൽ കൽപ്പനയായി നീ വളരുമ്പോൾ അഴകിനെഴുമാഴം ഞാൻ അറിഞ്ഞേൻ. മുത്തിനു വേണ്ടി മുങ്ങാങ്കുഴി മുക്കിളിയിട്ടു ഞാൻ. ചിത്തിയിൽ നിന്നുമുണർന്ന നിൻ പുഞ്ചിരി കണ്ടു ഞാൻ. ചഞ്ചലതാ മഞ്ജിമയായി ചാരുലതാ ശീലവുമായി, ചഞ്ചലതാ മഞ്ജിമയായി ചാരുലതാ ശീലവുമായി ചാരി നൃത്തമാടിയലഞ്ഞു നീ. നിന്നുള്ളിൽ തേനറയിൽ പ്രേമമുറന്നു കരകവിയും കനിവിൽ അരിഞ്ഞേൻ. മുത്തിനു വേണ്ടി മുങ്ങാങ്കുഴി മുക്കിളിയിട്ടു ഞാൻ. ചിത്തിയിൽ നിന്നുമുണർന്ന നിൻ പുഞ്ചിരി കണ്ടു ഞാൻ. കുട്ടിക്ക് ജയദേവനോട് സ്നേഹാണെന്നാ തോന്നണേ. അയാൾക്ക് ഇഷ്ടമാണെങ്കില് അവരുടെ കല്യാണം നടത്തണം. ഞാൻ മരിച്ചാലും കുട്ടിയെ സ്വത്തുക്കളും നോക്കാൻ ഒരാള് വേണ്ടേ? മഹാറാണിയുടെ കാര്യമല്ലേ പിള്ളേ, വേഗം അങ്ങ് കഴിച്ചേക്കണം. പിന്നെ നമ്മുടെ കാര്യം കുശാലായി. നോക്കട്ടെ. അപ്പൊ ഇക്കാര്യം അത് ഞങ്ങൾ ഏറ്റു. ഇന്നാള് പോകും. നാളത്തെ പത്രത്തിൽ വാർത്ത വരും. ജയദേവൻ എന്നല്ലേ പേര്? അതെ, വിലാസവും തന്നിട്ടുണ്ട്. ഒന്നും സാരമില്ലെന്നേ, ഇതൊക്കെ ഞങ്ങളുടെ കൈത്തൊഴിലല്ലേ. തമ്പുരാട്ടിക്ക് അസുഖം കൂടുതലാണ്. വിളിച്ചോണ്ടി എല്ലാം പറഞ്ഞ് കാറയച്ചിട്ടുണ്ട്. രോഹിണിക്കോ? അതെ. ശരി, പോകാം. രോഹിണിക്ക് അസുഖം കൂടുതലാണ്. അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ? ഒന്നുമില്ല. ഡോക്ടർ വന്ന് നോക്കിയില്ലേ? ഇല്ല. എന്തേ ഡോക്ടർ വിളിക്കാൻ? പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാഞ്ഞിട്ട്. പ്രത്യേകിച്ച് അസുഖമില്ലാതെ പിന്നെ പറയാം. ഇറങ്ങണം. ഇതേതാ സ്ഥലം? ഇതൊരു സ്ഥലം.
എന്തിനാ കാർ നിർത്തിയ? ചുമ്മാ കാറ്റ് കൊള്ളാൻ. ഇറങ്ങണം. നിങ്ങൾ എന്തിനാ എന്നെ അടിക്കുന്നത്? കൊല്ലാനാ? അല്ല, പിന്നെ നീ നാട് വിടുമെന്ന് പറഞ്ഞാൽ അടി നിർത്താം. നാട് വിടുകയോ? എന്തിന്? കൊട്ടാരത്തിൽ നിന്നുള്ള കൽപ്പനയാണ്. മഹാറാണിയോ?